എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ടൊരു മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പം അത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റായിരുന്നു കഴിച്ചപ്പോഴത്തേക്കിന് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേണ്ട നമ്മൾ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ ചിക്കൻ കറി വെച്ചതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് ഒരു 1/2 കിലോ ചിക്കനോളം ഉണ്ട്. അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഇടത്തരം ക്യാപ്സിക്കം ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 എണ്ണം ചേർത്തപ്പോഴത്തേന് അത് ഉപ്പ് തീരെ കുറവുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഉപ്പുള്ള ഒരെണ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുള്ളതാണെന്ന് വിചാരിച്ചെടുത്താണ്, പക്ഷേ അത് മാറിപ്പോയായിരുന്നു. അപ്പം ഞാനൊരു ആദ്യം ഒരു 1.5 ഉപ്പില്ലാത്തതും പിന്നെ ഒരു ക്യൂബ് ഉപ്പുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പില്ലാതെ ചേർത്ത് കൊടുത്തപ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉപ്പുള്ളതും കൂടെ ഒരു ക്യൂബും കൂടെ ചേർത്ത് കറക്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം നോക്കിയപ്പോഴത്തേന്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണും രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തതാണ് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ ഒരു ചെറിയൊരു കളർ കിട്ടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും. അത് ഇവിടെ മോന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഈ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ മതി. ഇത് നമ്മുടെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് കറക്റ്റ് അളവാണ്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും ചെല്ലുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകിയെടുത്ത സമയത്ത് ഫോർക്ക് കൊണ്ട് ഞാനൊരു കുറേ കുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മസാല ചെയ്യുമ്പോഴത്തേന് അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്, മിക്സ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമില്ലാത്ത ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഞാനൊരു ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കണം, അല്ലെങ്കിൽ വെളിയിലാണെങ്കിലും 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പം ഞാനിതൊന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളുടെ അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ അരിയാണ്, സെല്ല ബാസ്മതി റൈസാണ്. ഇത് നമുക്കൊരു 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഞാൻ വെളിയിലെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് തീ ഒരു മീഡിയം ത്തിലൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ മീഡിയത്തിൽ വെച്ചിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ട് 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി വരണം. തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 10-20 മിനിറ്റോളം നമ്മളിതൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കണം. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ, ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മളുടെ അരി ഇടാനായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാനാണ്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 ഗ്രാമ്പും 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ ചിക്കൻ നോക്കിയപ്പോൾ ചിക്കൻ ഈ പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇത് തിരിച്ചും മറിച്ച് കിട്ടുന്ന നന്നായിട്ട് ഫ്രൈ ആയിട്ടെടുക്കണം. രാഹുലിനിവിടെ ഫ്രൈ ആയിട്ടെടുത്താലേ ഉള്ളൂ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഫ്രൈ ആയിട്ടെടുക്കണം. പിന്നെ നമ്മൾ കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്, എന്നാലും എരിവുണ്ട്. കുരുമുളകും ഇട്ടിട്ടുണ്ട്, നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടല്ലോ, അതുകൊണ്ട് എരിവ് അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ തിരിച്ചും മറിച്ച് വിട്ടൊന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത് വേറൊരു അടുപ്പിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്, തീ കുറച്ച് വെക്കാനായിട്ട്. അതിനുശേഷം നമ്മളുടെ അരി ഇടാനുള്ള വെള്ളം നമുക്ക് ഈ വലിയ അടുപ്പത്തിലോട്ട് മാറ്റി വെക്കാം. അതിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ചോറ് പരസ്പരം ഒട്ടി പോകാതിരിക്കാനായിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് പറ്റിച്ചെടുക്കുകയല്ല, നമ്മൾ കോരിയെടുക്കുവാണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ. തേണ്ട ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഞാൻ ഒരു അരിപ്പക്കൊട്ടയെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തേണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം തേണ്ട നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 90% ഇത് വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ദമ്മിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേണ്ട നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് തിളച്ച് വരുമ്പോഴത്തേന് ദം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ തേണ്ട പരിവായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കവും ഇതെല്ലാം വെന്ത് നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട്, വെന്തുടഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഇതൊന്നും ഇതിനകത്ത് കാണത്തില്ല. അപ്പം തേണ്ട ഇത് റെഡിയായിട്ടുണ്ടേ. അപ്പോൾ നേരെ നമ്മുടെ ചോറ് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെന്തൊന്ന് നോക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചോറ് കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്യാനായിട്ട് പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നേരെ നമ്മുടെ ചിക്കൻ കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചോറ് ആ വെള്ളത്തിൽ നിന്ന് തന്നെ കോരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചോറയിൽ പിടിക്കും. പിന്നെ ഞാനിത് നമ്മൾ സ്മോക്ക് ചെയ്യാനായിട്ട് എനിക്ക് ചാർക്കോൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചിരട്ടയുടെ കരിയാണ് കത്തിച്ചെടുത്തത്. അത് ഞാനൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 5-6 പച്ചമുളകൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു പാലിനകത്ത് കലക്കി അതും കൂടെ ശകലം ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളച്ചോറ് തന്നെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ കളറോ റെഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞ കളറോ ചേർത്ത് കൊടുക്കാം. ഞാൻ കളറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് കഴിക്കാനായതുകൊണ്ട് അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വേണ്ട ചോറ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 3-4 പച്ചമുളക് കഴുകിയത് ഞാനിതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പാലിനകത്ത് കലക്കി ഞാൻ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറിന് ഒരു യെല്ലോ കളർ കിട്ടാനും നല്ലതാണ്. പിന്നെ നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോഴത്തേന് അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെ പ്യുവർ വൈറ്റായിട്ട് ചോറ് ഇരിക്കും, അതുകൊണ്ട് ഒരു ചെറിയൊരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ വേറെ എക്സ്ട്രാ ഇതും കൂടെ ആയിക്കോളും. അപ്പോഴത്തേന് വേണ്ട നമ്മളുടെ മന്തി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്മോക്ക് ചെയ്യാനുള്ള സംഭവം കൂടെ വെച്ച് കൊടുക്കാം. വേണ്ട നമ്മൾ ചിരട്ടക്കരി കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേന് അപ്പം നമ്മൾക്ക് സ്മോക്കിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുറച്ച് എണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ഈ ചോറിനകത്ത് വരുന്ന രീതിയിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു മയണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു തക്കാളിയുടെ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് മന്തിയുടെ കൂടെ ഉള്ളത്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തില്ല, അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ബിരിയാണിയുടെ അത്രയും പണിയും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മന്തിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേണ്ട നമ്മുടെ മന്തി ദമ്മൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ട ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി നല്ല അടിപൊളി മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറൊക്കെ നല്ല പൊടിപൊടാന്ന് കിടക്കുന്നു. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.